അങ്ങനെ ജാൻമണി വന്നതിന് ശേഷം അടുത്തായിട്ട് അവർക്കാണെങ്കിൽ ഒരു ടാസ്ക് കൊടുത്തു. ഈ ടാസ്ക്കാണ് ഈ 6 പേരും ബലൂൺ വീർപ്പിച്ച ബലൂൺ ഇങ്ങനെ കയ്യിൽ തട്ടണം. തട്ടി ഈ ബലൂൺ താഴെ തൊടരുത്. അല്ലാതെ തന്നെ ഈ തട്ടിക്കൊണ്ട് തന്നെ ഇവർ 5 ടീഷർട്ട് ഏതാണ്ട് ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. 5 ടീഷർട്ടും ഇടണം. ഈ ബലൂൺ പക്ഷേ താഴെ മുട്ടരുത്. ഇങ്ങനെ തട്ടി വേണം ഈ 5 ടീഷർട്ടും ഇടാൻ. അതിൽ വന്ന് ഫൈനൽ അതിൽ വിന്നായത് നമ്മുടെ ജാസ്മിനായിരുന്നു. അപ്പോൾ ജാസ്മിൻ വിന്നായി. അതിന് ശേഷം അതിൻ്റെ പ്രൈസൊക്കെ കൊടുത്തു. അപ്പോൾ ജാൻമണി ഇതിനകത്ത് നല്ല ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പ്രൈസൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അവർ അതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പം ആ ലിവിങ് ഏരിയയിൽ ഒരു ബോക്സ് പോലെ ഒരു സാധനം, ഈ നോക്കുമ്പോൾ ഒരു ഐസ്ക്രീം ബോക്സില്ലേ, അതുമാതിരി ഒരു സാധനം ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഓടി വന്നു, ഇത് ആരായിരിക്കും എന്നുള്ള മട്ടിൽ. അപ്പോൾ തന്നെ നമ്മുടെ ജാസ്മിൻ അകത്തുനിന്ന് ഇതിൻ്റെ അടുത്തോട്ട് വരുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കുന്നു. അത് വന്നിട്ട് ജാസ്മിൻ ആഗ്രഹിച്ച ആളായിരിക്കണമെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ജാസ്മിൻ്റെ മനസ്സിലെ ആ ഒരു ആഗ്രഹവും മോഹവും എല്ലാം ഓരോ മനുഷ്യരല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഓടി വന്നു. അതെല്ലാം വേഗം തുറന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു. ആരാ? യമുന റാണി. അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും യമുന റാണി ആശ്ലേഷിച്ചു. പിന്നെ ആ സമയത്ത് ജാൻമണി വന്നിട്ടുണ്ടല്ലോ. അപ്പം ജാൻമണിയോട് ഇവരൊക്കെ ചിലർ ചോദിക്കുന്ന കൃഷിയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇവർ വരുന്നത് യമുന റാണി വരുന്നത് ജാൻമണി അറിഞ്ഞില്ലെന്ന്. 2 പേരും ഒരു ദിവസം തന്നെ വന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യം. യമുന റാണി അപ്പോൾ പറയുന്നു, ജാൻമണിയെ ഇവിടെ വന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഞാൻ വരണ്ടേന്ന്, യമുന റാണി വരണ്ടേന്ന്. അങ്ങനെ ഉള്ള രസമൊക്കെയായിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അപ്പോഴത്തന്നെ യമുന റാണിയാണ് ജാൻമണിയുടെ ഒരു കാര്യം അവിടെ ഫ്ലാഷാക്കി. ജാൻമണിയുടെ കല്യാണമാണെന്ന് ഉള്ള കാര്യം. അപ്പോഴാണ് എല്ലാവരും അതറിയുന്നത്. എല്ലാവരും ഇങ്ങനെ വായി പൊളിച്ചാണോ. അപ്പോഴത്തേന് തന്നെ ഈ ഒരു സൈഡിൽ ജിൻഡോ ഒരു കയ്യിൽ പിടിച്ച് ഒരു കയ്യിൽ ഋഷിയും പിടിച്ചിട്ട് ജാൻമണിയെ വെച്ചിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നല്ലൊരു ഡാൻസൊക്കെ ആയിരുന്നു അവിടെ. ഈ ജാൻമണിയുടെ കല്യാണമാണെന്നൊക്കെ അറിഞ്ഞപ്പം അപ്പം പയ്യനാണെങ്കിൽ ഡോക്ടറാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്നാ കല്യാണം എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നു. അപ്പം യമുന റാണി പറയുന്നു, ഈ ബിഗ് ബോസിൻ്റെ ഫൈനൽ കഴിഞ്ഞ ഉടൻ തന്നെ കല്യാണം കാണുമെന്ന് പറയുന്നു. നമുക്കറിയത്തില്ല, നല്ല ചിരിയും കളിയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. യമുന റാണി പറയുന്നു, ഇത് ഞാൻ അറിഞ്ഞത്, എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾക്കിത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ അത് അങ്ങനെ ഉള്ളൊരു സംഭവമൊക്കെ അവിടെ രസകരമായിട്ട് നടക്കും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട്. അങ്ങനെ പിന്നെ ഇവരെല്ലാവരും കൂടെ ചായ. അപ്പം അതിനു മുമ്പ് തന്നെ ഇവരിങ്ങനെ യമുന റാണി വന്ന സമയത്ത് എല്ലാവരും കൂടെ ചേർന്ന് അവരെ ഹഗ് ചെയ്തു, സന്തോഷം പങ്കിട്ടിട്ടൊക്കെ നേരെ എല്ലാവരും കൂടെ അടുക്കളയിലോട്ട് പോകാൻ തോന്നുന്നു. ആ സമയത്ത് ജിൻഡോ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, ഒന്ന് ഊള ചായ കുടിക്കാമെന്ന്. യമുന റാണി നേരത്തെ അവിടെ നിൽക്കുമ്പോൾ ചായ ഇടുമായിരുന്നല്ലോ. എത്ര പേർക്ക് അന്ന് അവർ 19 പേര് ഫസ്റ്റ് കയറിയല്ലേ. എല്ലാവർക്കും കൂടെയൊക്കെ ചായ ഇടുന്നതുകൊണ്ടാണ് ചായയുടെ ഈ കാര്യത്തിൽ ജിൻഡോ പറഞ്ഞുകൊണ്ട് പോകുന്നു ഊളച്ചായ എന്ന് കുടിക്കാന്ന്. യമുന റാണി വന്നുകൊണ്ട് ഊളച്ചായ ഇടുവെന്ന അതിനർത്ഥം. അപ്പോൾ അങ്ങനെ അവരെല്ലാം കൂടെ ചായ ഇടുന്ന അടുക്കള ഭാഗത്ത് പോയി. അപ്പോൾ വർത്തമാനം പറയുന്നു. അപ്പോൾ അർജുൻ ചോദിക്കുന്നു, ഇവിടുത്തെ ഇങ്ങനെ വെളിയിൽ പോയതിന് ശേഷം കണ്ടതിൽ ഏതാ ഇഷ്ടപ്പെട്ട മൊമെൻ്റ്, അപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു തോന്നുന്ന മൊമെൻ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ സിജോയാണെങ്കിൽ പോയപ്പം വിഷമം ഉണ്ടായെന്ന് പറയുന്നു. ഇപ്പം ലാസ്റ്റ് പോയത് സിജോയാണല്ലോ. അത് സത്യത്തിൽ ഒരുപാട് പേർക്കും അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. നമ്മളത് സിജോ ടോപ്പ് 5 വരുമെന്ന് ഞാൻ അങ്ങനെ ഓർത്തു. പക്ഷേ സിജോ പോയപ്പോൾ ഒരു ഷോക്കായിപ്പോയി. അപ്പോൾ അങ്ങനെ അത് യമുന അത് പങ്കുവയ്ക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നോറ, അതിന് മുമ്പ് തന്നെ സിജോയ്ക്ക് തൊട്ട് മുമ്പ് നോറ പോയായിരുന്നു. അപ്പോൾ നോറ പോയതിൻ്റെ പറയുന്നു. അപ്പോൾ നോറ പോകുമ്പം ആ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെന്തോ ആ വീട്ടിലേക്ക് കയറി ഇല്ലെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു, ഇത്രയും ദിവസങ്ങളൊക്കെ നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ആർക്കും ഒരു ആത്മാർത്ഥത ഇല്ലാത്ത മാതിരി തോന്നുന്നുള്ള കാര്യമാണ് യമുന അവിടെ പറയുന്നത്. നോറയുടെ ഇതൊക്കെ നോറ പോയ സമയത്തെ നോറയ്ക്കും തിരിച്ച് ഈ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിനും പരസ്പരം അവർക്ക് തമ്മിൽ ഒരു ആത്മാർത്ഥത ഇല്ലായിരുന്നു. അതൊരു വല്ലാത്ത ഇതായിരുന്നു. അത്രയും ദിവസം ഒന്നിച്ച് താമസമല്ലേ ഇപ്പം എത്ര എന്ന് പറഞ്ഞാലും. അപ്പം എനിക്കാണെങ്കിൽ അത് ഇപ്പം യമുന റാണി അവരുടെ കാര്യം അവർ അതിനകത്ത് എങ്ങനെ കണ്ടെന്ന് പറയുമ്പോഴും ഞാനും ഓർത്ത് വന്നിട്ട് നോറയ്ക്കും ഇല്ല, തിരിച്ച് അവർക്കൊക്കെ നോറയോടും ഇല്ല. അപ്പോൾ ആ കാര്യം ഇങ്ങനെ പറയുമ്പോൾ ജാസ്മിൻ അപ്പം പറയുന്നുണ്ട്, നോറ
നോറ ആ കൊച്ചിനും അങ്ങനെയാണ്, ആ കൊച്ചു അങ്ങനെയാണ് നിന്നതെന്നുള്ള കാര്യം പറയുന്നു. ഇതേ ഇവരിവിടെ ചായയൊക്കെ ഇടുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. അവരിങ്ങനെ ഈ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് യമുന റാണി വന്ന ആ ബോക്സ് ആ ലിവിങ് ഏരിയയിൽ തന്നെ ഇരിപ്പുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ ആ ബോക്സിനകത്തോട്ട് നമ്മുടെ അഭിഷേക് കയറുന്നു. അതിനകത്തോട്ട് കയറിയിട്ട് അവിടെ ഇങ്ങനെ കിടക്കാൻ ഈ കൊച്ചു പിള്ളേർ ചില ബോക്സിനകത്തൊക്കെ കയറി കിടക്കുമല്ലോ, ചെറിയ കുട്ടികൾ, അതേമാതിരത്തെ ഒരു ഇതാണ് നമുക്കത് ഫീൽ ചെയ്യുക, അത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പം അഭിഷേക് അതിലോട്ട് കയറി, യമുന റാണി അതിലല്ലേ വന്നേ, അപ്പോൾ അത് എങ്ങനെ അതിനകത്ത് കിടന്നെന്നുള്ള ആ ഒരു ഇതായിരിക്കും നോക്കുന്നത്. എത്ര നീളമുണ്ട് ആ ബോക്സിന്, എങ്ങനെ അത് ഒതുങ്ങി ഫുള്ള് നീളം കാലൊക്കെ നൂർത്ത് വെച്ച് കിടക്കാമോ അതോ കാലൊക്കെ മടക്കി ഒടിച്ചു വെച്ചാണോ കിടക്കേണ്ടി വരുന്നതെന്ന് നോക്കാനാണെന്നാണ് എനിക്കത് തോന്നി. ആ സമയത്ത് വന്ന് ജാൻമണിയും ജിൻഡോയും ഹൃഷിയും കൂടെ ആ ബോക്സിന് ചുറ്റും അങ്ങനെ നിൽക്കുന്നു, അത് പിടിച്ചോണ്ട്. അപ്പോഴത്തേനും ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്ന ആ ബോക്സ് നശിപ്പിക്കരുത്, അത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ എല്ലാവരും അതിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. അതിനുശേഷം പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നേ. അത് ഇവർ ഇപ്പം ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുന്ന 6 പേരുണ്ടല്ലോ, ഈ 6 പേർക്ക് ഇവിടുന്ന് ഇറങ്ങിയതിന് ഈ ബിഗ് ബോസ് ഫൈനലെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ആദ്യത്തെ ഓണം ആഘോഷിക്കുന്നത് 6 കൂടെ. ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് ഇത്രയും പേരുണ്ടായിരുന്നില്ല, ഇവരെല്ലാം ഒന്നിച്ച് കഴിഞ്ഞ് അതിൽ 6 കൂടെ ആദ്യം ഓണം ആഘോഷിക്കാൻ ഇഷ്ടമെന്നായിരുന്നു. നമ്മളെന്തായാലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയാണല്ലോ ആദ്യത്തെ ഓണം ആഘോഷിക്കണമെന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ ഈ ചോദ്യം അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അതൊരാളെ പറയേണ്ടി വരും. അപ്പോൾ അത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിനെ തന്നെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരാളെ പറയണം. ഈ 6 പേര്, ഇപ്പോൾ ഇരിക്കുന്ന 6 പേരും അങ്ങനെ ഒരാളെ പറയണം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളിനെ പറയണം. അങ്ങനെ ഇവരെല്ലാം ഈ 6 പേരും ഓരോരുത്തരെ ഒക്കെ പറഞ്ഞായിരുന്നു. അഭിഷേക് ഇവിടുന്ന് പോയ ആദ്യ സമയങ്ങളിൽ തന്നെ വെളിയിൽ പോയ എവിക്റ്റായ സുരേഷിനെ ആണ് പറഞ്ഞത്. ഓണം ആഘോഷിക്കുന്ന സുരേഷിൻ്റെ കൂടെ ആണെന്നുള്ള ഇതാണ് പറഞ്ഞത്. പിന്നെ വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് നോറയാണ് പറഞ്ഞത് അഭിഷേക്. നോറ അതിന് കാരണം ഈ അഭിഷേക് പറയുന്നത് എന്താണെന്ന്, എന്തൊക്കെ പ്രശ്നം ആരോടുണ്ടെന്ന് പറഞ്ഞാലും അടുക്കളയിലാണെങ്കിൽ ഈ സ്നാക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, അതെല്ലാവർക്കും ഒരേപോലെ അത് കൊടുക്കാനൊക്കെ നോറയ്ക്ക് അത്ര ഒരു നല്ലൊരു നോറയുടെ ഭാഗത്തു നിന്നുള്ള നന്നായിട്ടുണ്ട്. നോറ അങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയോണ്ട് അഭിഷേക് നോറയുടെ പേര് പറഞ്ഞു. അതിനുശേഷം പിന്നെ കുറേ പേര് പറഞ്ഞു. അർജുനാണെങ്കിൽ, എന്നിട്ട് സിജോ ആണെങ്കിൽ ഇതിൻ്റെ തലേദിവസം ഈ എപ്പിസോഡിൻ്റെ തലേദിവസത്തെ എപ്പിസോഡിലാണ് ഔട്ടായത് എവിക്റ്റ് ആയത്. അപ്പോൾ സിജോയാണ് ഈ ആദ്യത്തെ ഓണം ആഘോഷിക്കാൻ അർജുൻ്റെ കൂടെ ഇഷ്ടമെന്ന് പറയുന്നു. അർജുന് സിജോയെ അത്രത്തോളം ഇഷ്ടമെന്ന് പറയുന്നു. അപ്പം പിന്നെ വന്നിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുടെ പേരെന്ന് ശ്രീധുവിൻ്റെയാണ് പറയുന്നത്. അങ്ങനെ കുറേ പേര് പറയുന്നുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ പിന്നെ സുരേഷ് അവിടെ എവിക്റ്റായി പോയ സുരേഷിനെയാണ് പിന്നെ ഒന്ന് പറയുന്നത്. ഒന്ന് വന്നിട്ട് ശ്രീധുവിനെ പറയുന്നു, വിശ്വസിക്കാൻ പറ്റുന്ന ഇതിൽ പറയുന്നു. അങ്ങനെ ഇവർ 6 പേരും പറഞ്ഞു കഴിഞ്ഞു. ഇതിന് ശേഷം പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ ആയിരുന്നല്ലോ ഈ ടാസ്ക്. ഇന്ത്യ ഗേറ്റിൻ്റെ സൂപ്പർ ഡിന്നർ ഉണ്ടായിരുന്നു ഇവർക്ക്. അവർ അടിച്ച് പൊളിച്ച് ഡിന്നറെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ആ ലിവിങ് ഏരിയയിൽ എല്ലാവരും ചേർന്നിരിക്കും. അപ്പോൾ ഇന്ന് 2 അതിഥികളെന്ന് തന്നെയല്ലേ അവരെ പറയേണ്ടി വരും. കാരണം അത് എവിക്റ്റായി പോയതിന് ശേഷം അവർ വന്നിട്ട് ഇപ്പോൾ ഈ തിരിച്ചു വന്നേക്കുന്നതാണല്ലോ. അപ്പോൾ അവരെ അതിഥികളെന്ന് പറയുന്നതിലൊന്നും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മുടെ ജാൻമണിയും യമുന റാണിയും കൂടെ ഈ 6 കണ്ടസ്റ്റൻസും അപ്പോൾ ഇവരെല്ലാം വന്നിട്ട് ആ ലിവിങ് ഏരിയയിൽ ഇങ്ങനെ ഇരിക്കുക. ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പോൾ യമുന റാണിയാണ് ഈ പറയുന്നുണ്ട്, ആദ്യ സമയങ്ങളിൽ നിറയെ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ. ആദ്യം ഇവർ വന്നേക്കുന്ന 19 പേരായിരുന്നല്ലോ. അപ്പോൾ ഈ അടുക്കളയിൽ എന്തുണ്ടാക്കിയാലും എല്ലാവരും നല്ലവണ്ണം വന്നിട്ട് ആഹാരമൊക്കെ കഴിക്കും. പക്ഷേ ഇവർക്ക് അത്ര അവരുടെ വിശപ്പിനോ അല്ലെ അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള ആഹാരം അവിടെ കിട്ടത്തില്ലായിരുന്നല്ലോ. ലിമിറ്റഡ് ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ വന്നിട്ട് ജിൻഡോ ആണെങ്കിൽ ചപ്പാത്തി എടുത്തു വന്ന് പോക്കറ്റിൽ ആരും കാണാതെ വെച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പിന്നെ അന്ന് അതൊരു സീരിയസ് ആയിട്ട് തോന്നും, ഇന്ന് അതൊക്കെ കഴിഞ്ഞ സംഭവങ്ങൾ രസകരമായിട്ട് തോന്നും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു. അതിന് പിന്നാണെങ്കിൽ ജിൻഡോയാണെങ്കിൽ യമുന റാണിയോട് ഇടയ്ക്ക് വന്ന് ചോദിക്കും,
ചേച്ചി എന്തെങ്കിലും ഉണ്ടോ അടുക്കളയിൽ, വിശക്കുന്നു എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമെന്ന്. സത്യത്തിൽ അത് എല്ലാവർക്കും അന്നത്തെ സമയം അതൊക്കെ തന്നെയായിരുന്നു. ഇന്ന് അവരെ കണ്ടില്ലേ, ഈ ഇറങ്ങിയ എല്ലാവരും ഇവിടുന്ന് എവിക്റ്റായി പോയ പലരും, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇരിക്കുന്നവർ എത്ര വന്ന് ക്ഷീണിച്ചു. അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നമുക്ക്, ഞാൻ എന്താ വെയിറ്റൊക്കെ കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ബിഗ് ബോസ് വീട്ടിൽ പോയാൽ അതൊരു ചാൻസായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത്. ഇതേ സമയം ഇവരൊക്കെ പറയുമ്പോഴും ജാസ്മിനാണ് ഇതിലൊന്നും പങ്കെടുക്കാതെ ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും മാറി ആ പുൽമേട് പോലുള്ള അതിൽ ഇവരെ തൊട്ട് അങ്ങോട്ട് മാറി അവിടെ ഇങ്ങനെ തന്നെ കിടക്കുന്നു. എന്തൊക്കെയോ ആലോചനയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരിക്ക് എന്തോ വിഷമങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് വന്നിട്ട് ഗബ്രി ഇതുവരെ വന്നില്ലല്ലോ എന്നുള്ളൊരു ഇതായിരിക്കും. ഇപ്പോൾ വരുമല്ലോ ഗബ്രി, അപ്പം ഫ്രണ്ട് എന്ന നിലയിൽ വന്നിട്ട് അത് വളരെ വിഷമമുണ്ട് ജാസ്മിൻ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ആണെങ്കിൽ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്താണെങ്കിൽ നോക്കുമ്പോഴത്തേക്കിനാണെങ്കിൽ ഋഷിയുടെ അടുത്ത് വന്നിട്ട് ജാൻമണി സംസാരിക്കുകയാണ്. രാത്രിയിൽ ബിഗ് ബോസ് വീട്ടിനകത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. അത് കറക്റ്റ് ടൈം, ആര് കഴിച്ചാലും കഴിച്ചില്ലേലും ആരും ഉറങ്ങിയാലും ഉറങ്ങിയില്ലേലും ആ കറക്റ്റ് ടൈമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. പിന്നെ അവർ അരണ്ട വെളിച്ചത്തിൽ ബാക്കിയുള്ള അവർ കിടക്കാൻ പോകുന്നവർക്ക് പോകാം, കിടക്കാതെ ഉറങ്ങാതെ ഇരുന്ന് സംസാരിക്കുന്നവർക്ക് സംസാരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഋഷിയും ജാൻമണിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ജാൻമണി പറയുന്നു ബിഗ് ബോസ് വീട് വളരെ മനോഹരമാണെന്ന്. ആ വീടിനകത്തുള്ള അവരെ ഈ ഇത്രയും ദിവസം ഒന്നിച്ച് പോകുന്ന അതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളും വഴക്കുകളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടല്ലോ, ഫ്രണ്ട്ഷിപ്പ്, പുതിയ പുതിയ ഫ്രണ്ട്ഷിപ്പുകളും എല്ലാം ഉണ്ട്. ഇതെല്ലാം വളരെ മനോഹരമാണെന്നും സന്തോഷം നൽകുന്നതാണെന്നും വളരെ ഭാഗ്യമാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന് ഇത്രയും ദിവസമൊക്കെ കഴിയുന്നത്. അവരെ ഒരു ടേണിംഗ് പോയിൻ്റ് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവരതിനെ പറഞ്ഞ് തീർക്കുന്നത്. അതോടെ ഈ 92ാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇത്രയായിരുന്നു. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചു. എനിക്കാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോൾ ഈ ബിഗ് ബോസ് സീസൺ 6ൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഇതിലാണെങ്കിൽ ഇപ്പോൾ ഫൈനലിൽ ജിൻഡോ, ജാസ്മിൻ, പിന്നെ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ ജിൻഡോയും ജാസ്മിനെയാണ്. ഇവർ രണ്ടിൽ ആരെങ്കിലും വിന്നാവോ എന്നുള്ളത് ആണ് നമ്മുടെ മനസ്സിനകത്ത് തോന്നിയത്. പക്ഷേങ്കിൽ ഈ എനിക്കൊരു 10 ദിവസമായിട്ട് അർജുൻ കയറി വരാൻ ചാൻസ് ഉണ്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഞാനതൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഒന്നും പറഞ്ഞില്ലെന്ന് തന്നെ പറയാം. ഇപ്പം വന്നിട്ട് നോക്കുമ്പം അർജുനും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജിൻഡോയാണോ ഫസ്റ്റ് കപ്പടിക്കുന്നത്, ജാസ്മിനാണോ അർജുനാണോ എന്നുള്ളതിൽ ഇപ്പം നമുക്കറിയത്തില്ല. അത് നമ്മൾക്ക് ആ സംഭവം സമയത്ത് മാത്രമേ അറിയൂ കപ്പ അറയിലിരിക്കുന്നു എന്നുള്ളത്. ഇവർ 3 പേരും അതായത് അർജുനും കയറി വന്നിട്ടുണ്ട്. അതും അർജുനെ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിഗ് ബോസ് സീസൺ 6ൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പറയുമ്പോൾ എനിക്കിതിൽ ഇത്രയും പേരില്ലേ ഈ പ്രാവശ്യം ഈ സീസണിൽ പങ്കെടുത്ത് ഇത്രയും പേരിൽ ആര് ഫസ്റ്റ് അടിച്ചാലോ അല്ലെ ടോപ്പ് 5 വന്നാലോ ഒന്നും എല്ലാവരും എനിക്ക് ഒരുപോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അപ്പോൾ അതിൽ ഒരാളെ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ ഒരാളെ വിരോധമായിട്ടൊന്നും ഞാൻ ഇതിനകത്ത് മെയിനായിട്ടൊന്നും എൻ്റെ വീഡിയോയിലൊന്നും പറഞ്ഞായിട്ട് തോന്നില്ല. എനിക്കാണെങ്കിൽ ഇവരിൽ ആര് കപ്പടിച്ചാലും എനിക്ക് ഒന്നുമില്ല. അത് അവരുടെ പ്രയത്നത്തിൻ്റെ ഫലം അല്ലെങ്കിൽ അങ്ങനെയെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവം നടക്കുന്നത് അത് മാത്രമേ പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടോ ഒരാളെ വിരോധമായിട്ടോ ഒന്നും പറയാൻ പേഴ്സണലായിട്ട് പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്കത് താല്പര്യവും ഇല്ല. അതാണ് അതിൻ്റെ സത്യം.